ആരംഭിക്കാം. കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിൽ അത്ഭുതങ്ങൾ ചെയ്യട്ടെ, വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് ഇന്ന് രാത്രി ആയിരിക്കാം. കർത്താവിന്റെ ശക്തി വെളിപ്പെടുന്ന ഒരു രാത്രിയായി തീരട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയമായി സംസാരിക്കുന്ന ഒരു രാത്രിയായി തീരട്ടെ. നമ്മുടെ കണ്ണുകളടയ്ക്കാം, നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമം നമ്മുടെ മധ്യേ വെളിപ്പെടുന്ന ഒരു രാത്രിയായി തീരുവാൻ നമുക്ക് ഉത്സാഹമായിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമായ സ്വർഗീയ പിതാവേ, മനോഹരമായ ഈ ദിവസത്തിനായി, ഈ രാത്രി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്തിനായി ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവരുടെ നടുവിൽ ഞാൻ ഉണ്ട് എന്ന് അരുളിച്ചത് യേശുവേ, ഇന്ന് രാത്രിയിലും ഞങ്ങൾ നിന്റെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ 2 സെഷനുകളായി, കഴിഞ്ഞ രാത്രിയിലും ഇന്ന് ഉച്ച കഴിഞ്ഞുമായി ഞങ്ങളുടെ സെഷനുകളിൽ നിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. നിന്റെ മക്കളിൽ കൂടെ, നിന്റെ ദാസനിൽ കൂടെ ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. ദൈവശക്തിയുടെ വ്യാപാരത്തിനായി സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി വീണ്ടും ഞങ്ങൾ കടന്നു വരുമ്പോൾ കർത്താവേ, നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങൾ ഇരുത്തുമാറാകണമേ. മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരാത്മനദിയുടെ പ്രവാഹം ഉണ്ടാകുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഏകാഗ്രതയോടെ ആയിരിക്കാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ജനത്തിനായി സ്തോത്രം. സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, ബാലിക ബാലന്മാർ, യൗവനക്കാർ എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തിൽ കടന്നു വരുന്ന ഒരു ജീവിതം പോലും അതുപോലെ മടങ്ങിപ്പോകുവാൻ ഇടയാകാതെ ദൈവശക്തിയേറ്റവരായി, സൗഖ്യം ഏറ്റെടുത്തവരായി, വിടുതൽ ഏറ്റെടുത്തവരായി, മനസ്സിൽ ആത്മാവിൽ ശാന്തി ഏറ്റെടുത്തവരായി പോകുവാൻ ഇടയാക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിക്കുന്ന കർത്താവിന്റെ ദാസനെ വീണ്ടും ഏൽപ്പിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാർക്കായി സ്തോത്രം. ഇവിടെയുള്ള സഭയ്ക്കായി സ്തോത്രം. എല്ലാ രീതിയിലും പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഒരു വലിയ മീറ്റിംഗ് ആയിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുത്രനെ മഹത്വപ്പെടുത്തിയിരിക്കയാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കയാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ആരാധന ആരംഭിക്കുവാൻ ശ്യാം ആൻഡ് കോയർ വന്നാട്ട്. താങ്ക് യു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. മനസ്സ് തുറന്നു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ പല ഇടങ്ങളിൽ അങ്ങനെ പോയിട്ടുണ്ട്. ഞങ്ങളുടെ ചർച്ചിൽ വന്നവർക്ക് അറിയാം. എത്ര പേര് ഞങ്ങളുടെ ചർച്ചിൽ വന്നിട്ടുണ്ട്? കൊട്ടാരക്കര ചർച്ചിൽ എത്ര പേരുണ്ട്? 1000 തടിച്ചു കൂടുന്ന ഒരു ദൈവസഭയാണ്. ഒരു കുഞ്ഞ് സ്റ്റേജിൽ നിന്ന് ഒരു ദൈവവചനം പറഞ്ഞാൽ, കർത്താവിനെ കുറിച്ച് പറഞ്ഞാൽ ആ ജനം ഇളകി മാറിയും. ഹല്ലേലൂയ. അതുപോലൊരു ദൈവസഭയിൽ നിന്ന് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെ ഞങ്ങൾ പല ഇടങ്ങളിൽ പോകുമ്പോഴും ജനം ആരാധിക്കാതെ ഡ്രൈ ആയിട്ടിരിക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ആരാധിക്കുന്ന ഒരു ജനത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു സന്തോഷം. നിങ്ങൾ ആരാധിക്കുന്ന ജനമാ. ഹല്ലേലൂയ. ദാഹമുള്ള ഹൃദയമുള്ള ജനമാ. ആമേൻ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഹല്ലേലൂയ, ഈ മീറ്റിംഗ്, ഈ കോൺഫറൻസ് കഴിയുന്നതിന് മുമ്പ് ഞങ്ങൾ വേറെ ലെവലിലാക്കി ദൈവം മാറ്റും. ആമേൻ. എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. എല്ലാവരും കണ്ണുകളടച്ച് കുറച്ച് നേരം ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നിങ്ങൾ ആരും വായടച്ച് മിണ്ടാതിരിക്കരുത്. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നതിന്റെ മധ്യത്തിൽ ഞാനുണ്ട് എന്നരുളി ചെയ്ത ദൈവം ഈ ഹാളിൽ ഇറങ്ങി നിൽക്കുക. ഹല്ലേലൂയ. ഈ ഹാളിൽ 2 പേർ വന്നതിന് ശേഷം 3-മതൊരാൾ വന്നതാ എൻ്റെ കർത്താവ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, നിങ്ങൾക്ക് ഹല്ലേലൂയ കർത്താവിനോട് സംസാരിക്കാം, ആരാധിക്കാം, എഴുന്നേറ്റ് നടക്കാം. ഹല്ലേലൂയ. കർത്താവിനെ എങ്ങനെയൊക്കെ ആരാധിക്കാൻ നിങ്ങൾക്ക് ഹല്ലേലൂയ പ്രേരണ ലഭിക്കുന്നോ അതുപോലെ ചെയ്യാം. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ചിരിച്ചേ, മസിൽ പിടിച്ചിട്ട് ചിരിച്ചേ. ഹല്ലേലൂയ. നിങ്ങൾ ദൈവസന്നിധിയിൽ സന്തോഷിക്കാതെ പിന്നെ എവിടെ പോയി സന്തോഷിക്കുന്നത്? ഹല്ലേലൂയ. അതുകൊണ്ട് ഏറ്റവും ഹല്ലേലൂയ സന്തോഷിക്കുന്ന ഒരു സമയം, ഏറ്റവും സന്തോഷിക്കാനുള്ള ഒരു ഇടമാണ് എവിടെയാ? കർത്താവിന്റെ സന്നിധി. ഹല്ലേലൂയ. എത്ര പേര് സന്തോഷമായിരിക്കുന്നു? ഹല്ലേലൂയ. എല്ലാവരുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനെ സ്നേഹിക്കുന്ന ആരും ഹല്ലേലൂയ ഇന്ന് പകൽ മിണ്ടാതിരിക്കത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ സ്നേഹിക്കുന്ന ഒരാളെ കുറിച്ച് നമ്മൾ ആ സൗന്ദര്യത്തെ വർണ്ണിക്കും. ഹല്ലേലൂയ. നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളെ കുറിച്ച് നമ്മൾ ഹല്ലേലൂയ പൊക്കി പറയും. ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ നല്ല ഗുണങ്ങൾ പറയും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ച് ഹല്ലേലൂയ അവസാനത്തുള്ള രക്തം വരെ നമുക്ക് ഊറ്റി തന്ന കർത്താവ് ഈ ഹാളിൽ ഇറങ്ങി നിൽക്കുകയാ. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന കരങ്ങളെ തട്ടി ദൈവത്തെ ശക്തിയോടെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. 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 Jesus Christ, you are holy Father, we thank you. Hallelujah. Hallelujah. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഹല്ലേലൂയ. എൻ്റെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്
കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ എല്ലാം നഷ്ടപ്പെട്ടതായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. കൂട്ടുകാരെ നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. എന്നെ മനസ്സിലാക്കാൻ എൻ്റെ കുടുംബക്കാരില്ല, എന്നെ മനസ്സിലാക്കാൻ ബന്ധുക്കളില്ല, എൻ്റെ സഹോദരങ്ങളില്ല. ആ കാലഘട്ടത്തിൽ പല പ്രാവശ്യം ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചതാ. ഹല്ലേലൂയ. പല തെറ്റുകളിൽ ഞാൻ അകപ്പെട്ടു പോയതാ. പക്ഷേ ഹല്ലേലൂയ, അന്നൊക്കെ കർത്താവ് എന്നോട് പറയും, ഹല്ലേലൂയ, ഞാൻ നിന്നെ കൈവിടത്തില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. ഹല്ലേലൂയ. എന്നെ മരണത്തിന് വിട്ടില്ല. കാരണം എന്നാന്നറിയാമോ? നിങ്ങളുടെ മുമ്പിൽ ഈ നിൽക്കുവാൻ. ഹല്ലേലൂയ. അന്ന് ദൈവം കണ്ടതുകൊണ്ട് ഹല്ലേലൂയ മരണത്തിന് വിടാത്തത്. ഹല്ലേലൂയ. സ്തോത്രം. അന്നിനടുത്ത് പറഞ്ഞു, ഹല്ലേലൂയ, ഞാൻ പാപിയാണ്, എനിക്ക് കൊള്ളരുതാത്തൊരു മനുഷ്യനാ, എനിക്ക് ഇനി ആത്മീയത്തിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഞാനൊരു പെന്തക്കോസ് കുടുംബത്തിൽ തന്നെയാണ് ജനിച്ചത്. പക്ഷേ ആ പെന്തക്കോസ് ഒരു അനുഭവം എനിക്കില്ലായിരുന്നു. ഹല്ലേലൂയ. അന്ന് ഞാൻ പറയും, നിന്നെ രാജ്യങ്ങളിൽ അയക്കും. അത് ഞാൻ വിശ്വസിച്ചില്ല. ഹല്ലേലൂയ. നിന്നെ അനേകർ മുമ്പിൽ നിർത്തും. അന്ന് ഞാൻ വിശ്വസിച്ചില്ല. ഹല്ലേലൂയ. ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ കരങ്ങളിൽ ഞാൻ നിന്നെ ഉപയോഗിക്കും. അന്ന് ഞാൻ വിശ്വസിച്ചില്ല. ഹല്ലേലൂയ. ഇന്ന് ഞാൻ പറയും, എൻ്റെ കാത് കേട്ടത് എൻ്റെ കണ്ണ് കണ്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. എൻ്റെ കാത് കേട്ടത് എൻ്റെ കണ്ണ് കണ്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇത്രയും ശ്രേഷ്ഠമായ ദൈവജനത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ മൈക്കുമായി നിൽക്കുന്ന ദൈവത്തിന്റെ ഹല്ലേലൂയ കൃപയോർത്ത് നന്ദിയോടെ സ്തുതിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ വന്നിരുന്ന നിങ്ങളെ ദൈവം മറന്നു കളയത്തില്ല. ഒരു നിമിഷമെങ്കിലും കർത്താവിന്റെ സന്നിധി വന്നിരുന്നിട്ടുണ്ടോ? അവൻ കടക്കാരനല്ല. ഹല്ലേലൂയ. നിങ്ങളുടെ ജോലി മേഖലയിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഹല്ലേലൂയ ദൈവം വലിയതൊന്ന് ചെയ്യാൻ പോകുകയാണ്. അതിലുപരി ഹല്ലേലൂയ കഴിഞ്ഞ 2 സെഷനായി നിങ്ങൾ അനുഭവിക്കുന്ന ആത്മസാന്നിധ്യമുണ്ട്. അത് ചുമ്മാതെ വന്നതല്ല. ആത്മസാന്നിധ്യം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ദൈവം കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ രാജ്യത്ത് നിങ്ങളെ കൊണ്ടുവന്ന ആത്മസാന്നിധ്യത്തെ നിറച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ഞാൻ കഴിഞ്ഞ നാളുകളിൽ കണ്ണുകൊണ്ട് കണ്ട സാക്ഷ്യങ്ങളെ ഞാൻ പറയുന്നത്, നിങ്ങൾ ഉപയോഗിക്കാതെ കർത്താവ് വിടത്തില്ല. ഹല്ലേലൂയ. ഈ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ പോകുക. ഈ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ ഈ രാജ്യത്ത് കർത്താവിനെ സ്തുതിക്ക് നിങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ പോകുക. ഒന്നും വെറുതെ അല്ല. എത്ര പേര് സ്തുതിക്കും, ദൈവത്തെ സ്തുതിക്കും. കർത്താവേ, എന്റെ തലമുറ അങ്ങ് തൊട്ടതിനായി സ്തോത്രം. വായിക്കുന്നുണ്ട് പറഞ്ഞോ, നന്ദി പറയാനേ ഉള്ളൂ. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് അവസാനത്തുള്ളി രക്തം ഊറ്റി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുക്കാൻ ഒന്നുമില്ല. ഒന്നേ ഉള്ളൂ, കർത്താവേ, നീ മാത്രം എന്റെ ദൈവം. ഹല്ലേലൂയ. നീ മാത്രം എന്റെ രക്ഷകൻ. എന്റെ ഹൃദയത്തെ ഞാൻ നിനക്ക് വേണ്ടി തരുന്നു. ഞാൻ എന്റെ ജീവനുള്ള കാലം, എന്റെ ജീവൻ എന്റെ ശരീരത്തിലുള്ള കാലം മുഴുവന് ഞാൻ അങ്ങേ സ്തുതിക്കും. എത്ര പേര് പറയും, ഞാൻ ദൈവത്തെ സ്തുതിക്കും? ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കും. വായ്കൾ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരാരെയും നോക്കരുത്. ഹല്ലേലൂയ. കാരണം നിങ്ങൾ അടുത്തിരിക്കുന്നവർ ഹല്ലേലൂയ നിങ്ങൾ ജനിച്ചപ്പോഴില്ലായിരുന്നോ? നിങ്ങൾ മരിക്കുമ്പോൾ അടുത്തുള്ളവരില്ല. പക്ഷെ എന്നാൽ ജനിച്ചപ്പോൾ ഒരു കർത്താവുണ്ട്, മരിക്കുമ്പോഴും കർത്താവുണ്ട്, മരിച്ച ശേഷവും അവനുണ്ടാകും. ഹല്ലേലൂയ. അതുകൊണ്ട് അടുത്തിരിക്കുന്നവൻ ആരും ശ്രദ്ധിക്കരുത്. ഇന്ന് പകൽ അടുത്തിരിക്കുന്ന ആരും ശ്രദ്ധിക്കരുത്. ഹൃദയത്തിന്റെ ആഴത്തിൽ കർത്താവിനുള്ള സ്നേഹം മുഴുവൻ ഇറക്കണം. ഹല്ലേലൂയ. മുഴുവനും പുറത്തു വരണം. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു, ഇന്ന് ഞാൻ വന്നതുപോലെ ഞാൻ തിരിച്ചു പോകത്തില്ല? ഹല്ലേലൂയ. ആർത്തിയോടെ, ആ വിശ്വാസത്തോടെ, ഹല്ലേലൂയ, അഭിഷേകത്തിന്റെ ആ ദാഹത്തോടെ ഹല്ലേലൂയ ഇന്ന് പ്രാപിച്ചിട്ടേ മടങ്ങി പോകത്തുള്ളൂ. വിശ്വസിക്കുന്ന കരങ്ങൾ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരും കണ്ണുകൾ അടഞ്ഞ് ഹല്ലേലൂയ കുറച്ചു നേരം അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കോ. അന്യഭാഷയിൽ ശക്തിയോടെ ഹല്ലേലൂയ. ഈ ഹോൾ നിങ്ങളുടെ ശബ്ദം കൊണ്ട് നിറയട്ടെ. യേശുനാഥാ നീ ദൈവം, യേശുനാഥാ നീ ആശ്രയം, യേശുനാഥാ നീ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. ശബ്ദം ഉയർത്തി, യേശുനാഥാ നീ ദൈവം, യേശുനാഥാ നീ ആശ്രയം, യേശുനാഥാ
യേശുവിന് മഹിമയിൻ പ്രഭുദാനം മഹത്വത്തിൽ യോഗ്യൻ മാനവും പുകഴ്ച ചെയ്യും യേശു കരഞ്ഞെത്തി യേശുനാഥാ നീ എൻ ദൈവം യേശുനാഥാ നീ എൻ ആശ്രയം യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ യേശുനാഥാ യേശുനാഥാ നീ എൻ ദൈവം യേശുനാഥാ യേശുനാഥാ നീ എൻ ആശ്രയം യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനേ സ്തുത്യന്റെ നാഥന്റെ കരവിരുത് സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനേ സ്തുത്യന്റെ നാഥന്റെ കരവിരുത് മഹിമയിൻ പ്രഭുദാൻ മഹത്വത്തിൽ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന് മഹിമയിൻ പ്രഭുദാൻ മഹത്വത്തിൽ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന് യേശുനാഥാ നീ എൻ ദൈവം യേശുനാഥാ നീ എൻ ആശ്രയം യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ യേശുനാഥാ നീ എൻ ദൈവം യേശുനാഥാ നീ എൻ ആശ്രയം യേശുനാഥാ നീ എൻ ശൈലവും എന്നെ കോട്ടയും നീ മാത്രമേ സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനേ സ്തുത്യന്റെ നാഥന്റെ കരവിരുത് സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനേ സ്തുത്യന്റെ നാഥന്റെ കരവിരുത് മഹിമയിൽ പ്രഭുദാൻ മഹത്വത്തിൽ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന് മഹിമയിൽ പ്രഭുദാൻ മഹത്വത്തിൽ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന് യേശുനാഥാ നീ എൻ ദൈവം യേശുനാഥാ നീ എൻ ആശ്രയം യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ യേശുനാഥാ യേശുനാഥാ നീ എൻ ദൈവം യേശുനാഥാ നീ എൻ ആശ്രയം യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ കരങ്ങളുയർത്തി ഹല്ലേലൂയ 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 ഹല്ലേലൂയ
അങ്ങേകും പദവികളോർത്താൽ അങ്ങെന്നെ സ്നേഹിക്കുന്നതോർത്താൽ ഞാൻ പാടും, ഞാൻ വാഴ്ത്തും യേശുവേ. ഞാൻ പാടും, ഞാൻ വാഴ്ത്തും യേശുവേ. എത്ര പേര് അങ്ങേകം, ഓ അങ്ങേകം ദാനങ്ങളോർത്താൽ അങ്ങേകും പദവികളോർത്താൽ അങ്ങെന്നെ സ്നേഹിക്കുന്നതോർത്താൽ ഞാൻ പാടും, ഞാൻ വാഴ്ത്തും യേശുവേ. ഞാൻ പാടും, ഞാൻ വാഴ്ത്തും യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Jesus, you are holy. Hallelujah, 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 hallelujah. നിൻ സാന്നിധ്യം മതി ഞങ്ങൾക്ക്, നിൻ കൃപകൾ മതി ഞങ്ങൾക്ക്, നിന്നിന്റെ സ്വരം കേട്ടിരുന്നോ എൻ ദുഃഖമെല്ലാം മാറിപ്പോകും. നിൻ സാന്നിധ്യം മതി, നിൻ സാന്നിധ്യം മതി ഞങ്ങൾക്ക്, നിൻ കൃപകൾ മതി ഞങ്ങൾക്ക്, നിന്നിന്റെ സ്വരം കേട്ടിരുമ്പോ എൻ ദുഃഖമെല്ലാം മാറിപ്പോകും. ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു നൽകി നടത്തിയിടുന്നു, അളവില്ലാദാനത്തെ ദാതൻ നൽകി മാനിക്കുന്നു. ആഴമാർന്ന സ്നേഹം, ആഴമാർന്ന സ്നേഹമേ യേശു നൽകി നടത്തിയിടുന്നു, അളവില്ലാദാനത്തെ നാഥൻ നൽകി മാനിക്കുന്നു. വർണ്ണിച്ചിടാൻ വാക്കുപോരായേ, വർണ്ണിച്ചിടാൻ നാവു പോരായേ, വർണ്ണിച്ചിടാൻ വാക്കു പോരായേ, വർണ്ണിച്ചിടാൻ നാ
കാതു കേട്ടതെല്ലാം എന്റെ കണ്ണു കണ്ടിടുന്നു. അളവില്ലദാനത്തെ നാഥൻ നൽകി മാനിക്കുന്നു. എത്ര പേര് പറയും? എന്നെ കണ്ണാതു കേട്ടതെല്ലാം എന്നെ കണ്ണു കണ്ടിടുന്നു. അളവില്ലദാനത്തെ നാഥൻ നൽകി മാനിക്കുന്നു. അതുകൊണ്ട് വർണ്ണിച്ചിടാൻ വാക്കു പോരായേ, വർണ്ണിച്ചിടാൻ നാവു പോരായേ, വർണ്ണിച്ചിടാൻ വാക്കു പോരായേ, വർണ്ണിച്ചിടാൻ നാവു പോരായേ. ശക്തിയോടെ വർണ്ണിച്ചിടാൻ വാക്കു പോരായേ, വർണ്ണിച്ചിടാൻ നാവു പോരായേ, വർണ്ണിച്ചിടാൻ വാക്കു പോരായേ, വർണ്ണിച്ചിടാൻ നാവു പോരായേ. ആഴമാർന്ന സ്നേഹമേ യേശു നൽകി നടത്തിയിടുന്നു. അളവില്ലദാനത്തെ നാഥൻ നൽകി മാനിക്കുന്നു. ആഴമാർന്ന സ്നേഹമേ നാഥൻ നൽകി തത്തിടുന്നു. അളവില്ലദാനത്തെ നാഥൻ നൽകി മാനിക്കുന്നു. എന്റെ കാതു കേട്ടതല്ല. എത്ര പേര് വിശ്വസിക്കുന്നു? എന്റെ കണ്ണു കണ്ടിടുന്നു. പുകഴുവാനൊന്നുമില്ലേ, മഹത്വം എന്നേശുവിന്. ഒരിക്കൽ കൂടി പറയാൻ പറ്റുമോ? എന്റെ കാതു കേട്ടതല്ല തലമുറയെ അനുഭവിക്കുന്നത്. എന്റെ കണ്ണു കണ്ടിടുന്നു. പുകഴുവാനൊന്നുമില്ലേ, മഹത്വം എന്നേശുവിന്. വർണ്ണിച്ചിടാൻ വാക്കു പോരായേ, വർണ്ണിച്ചിടാൻ നാവു പോരായേ, വർണ്ണിച്ചിടാൻ വാക്കു പോരായേ, വർണ്ണിച്ചിടാൻ നാവു പോരായേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. ജനത്തിന് ശബ്ദം ഉയരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വായ്കൾ തുറന്ന് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജനത്തിന് ശബ്ദം ഉയരട്ടെ. ഹല്ലേലൂയ. ഒന്നുകൂടെ ഹല്ലേലൂയ,
നിൻ സാന്നിധ്യം മതി ഞങ്ങൾക്ക്, നിൻ കൃപകൾ മതി ഞങ്ങൾക്ക്, നിന്നിന്റെ സ്വരം കേട്ടിരുന്നോ, എൻ ദുഃഖമെല്ലാം മാറിപ്പോകും. യേശുവിന്റെ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുന്നവർ, നിൻ സാന്നിധ്യം മതി, നിൻ കൃപകൾ, നിന്നിന്റെ സ്വരം, നിന്നിന്റെ സ്വരം കേട്ടിടുമ്പോ എൻ ദുഃഖമെല്ലാം മാറിപ്പോകൂ. ശക്തിയോടെ യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ സൈന്യവും എന്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ നീ ദൈവം, യേശുനാഥാ നീ ആശ്രയം, യേശുനാഥാ നീ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. മഹിമയിൽ പ്രഭുതാൻ മഹത്വത്തിൽ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിനെ. മഹിമയിൽ പ്രഭുതാൻ മഹത്വത്തിൽ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിനെ. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. ഒരിക്കൽ കൂടി യേശുനാഥാ, യേശുനാഥാ ശക്തിയോടെ ഹല്ലേലൂയ. ദൈവം യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ നീ എൻ ദൈവം. ജനശക്തിയോടെ യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. എന്റെ കോട്ടയും നീ മാത്രമേ. എന്റെ കോട്ടയും എന്നുയിരാണ്, എന്നുയിരാണ്, ഉയിരാണ് യേശു. എന്നുയിരാണ്, എന്നുയിരാണ്,
ഉയിരാണ് യേശു, എന്നുയിരാണ്, എന്നുയിരാണ്, ഉയിരാണ് യേശു, എന്നുയിരാണ്, എന്നുയിരാണ്, ഉയിരാണ് യേശു, എന്നുയിരാണ് യേശു, എന്നുയിരോട് കലൈந்து എന്നുയിരേ ഞാൻ ഉമ്മൈ തുതിപ്പേ, എന്നുയിരേ ഞാൻ ഉമ്മൈ തുതിപ്പേ. എൻ ജീവനാണ്, എൻ ജീവനാണ്, ജീവനാണ് യേശു, എൻ ജീവനാണ്, എൻ ജീവനാണ്, ജീവനാണ് യേശു, എൻ ജീവനാണ് യേശു, എൻ ജീവൻ എന്നിൽ തന്നു, എൻ ജീവനെ ഞാൻ നിന്നെ സ്തുതിക്കും, എൻ പ്രാണനെ ഞാൻ അങ്ങേ സ്തുതിക്കും, എൻ പ്രാണനെ ഞാൻ അങ്ങേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷമുള്ള ചേർന്ന് കരങ്ങൾ അടിച്ചാണ്ട് കരങ്ങളിൽ കർത്താവ് 3 ഹല്ലേലൂയ പറഞ്ഞാണ്ട്. Can you say 3 hallelujah please? Hallelujah. Thank you Jesus. Amen. How many of you be blessed? എത്ര പേർ അനുഗ്രഹിക്കപ്പെട്ടു സ്തോത്രം ചെയ്താണ്ട്? Oh, it's a wonderful worship. സ്വർഗം സന്തോഷിക്കുന്ന ആരാധന. Amen. ഇനി ഇതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ വേണ്ടി റവറൻഡ് ജോക്രിയൻ കർത്താവിന്റെ ധന്യമുള്ള നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് സന്ധ്യാസമയം എല്ലാവരും സന്തോഷമായി ഇവിടെ ഇരിക്കുന്നു ഞങ്ങൾക്കറിയാം. ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. യോഗത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പ്രവർത്തിച്ചു. ഇന്ന് ഉച്ച കഴിഞ്ഞ് നടന്ന യോഗത്തിലും ശക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു എന്ന് നിങ്ങൾക്കറിയാം. ഇന്ന് രാത്രിയിലും യേശു നമ്മുടെ മധ്യേ കടന്നു വന്ന് ശക്തമായി പ്രവർത്തിക്കുന്നു വിശ്വസിക്കുന്ന എല്ലാ ദൈവമക്കളും, വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് അലൈവ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് us. Let me just greet everyone in the wonderful and glorious name of Jesus Christ our Lord. I take few minutes to say something about our leader, Pastor Saju Samuel here. അദ്ദേഹം ഈ സ്ഥലത്ത് വന്നു എന്നുള്ള വിഷയം ഞാൻ അടുത്ത കാലങ്ങളിൽ 1-2 വർഷം കൊണ്ടാണ് അറിഞ്ഞത്. 1985 മുതൽ ഞങ്ങൾ കുടുംബമായി ഇംഗ്ലണ്ടിൽ താമസിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അനേകം മലയാളികളും ഒരു 1990s എൻഡിലും 2000 ആരംഭത്തിലൊക്കെ വരുമ്പോൾ സ്കോട്ട്ലൻഡിൽ വരുന്ന മലയാളികളും എന്നെ വിളിക്കും, പക്ഷേ നാട്ടിൽ നിന്നൊരു നമ്പർ തന്നു, ഞങ്ങൾക്ക് ചർച്ച് വരാൻ ആഗ്രഹമുണ്ട്, പാസ്റ്റർ അടുത്തെങ്ങാനുമാണോ എന്നോട് ചോദിക്കുന്ന. ഞാൻ പറഞ്ഞു, ബ്രദറെ സിസ്റ്ററെ, അടുത്തെങ്ങാനുമുള്ള പള്ളികളിൽ പോയാൽ മതി. സ്കോട്ട്ലൻഡിൽ നിന്ന് ഒരു 400 മൈൽ യാത്ര ചെയ്ത് ലണ്ടനിൽ വന്ന് ഞങ്ങളുടെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ കാലങ്ങളിൽ ധാരാളം പേര് നേഴ്സസായിട്ട് വരുന്നവരല്ലാത്തവരൊക്കെ ഏർലി 2000 ധാരാളം പേര് വിളിക്കുമായിരുന്നു. അത് ഇന്ന ഡിനോമിനേഷൻ എന്നില്ല, ഇന്ന വിഭാഗമെന്നില്ല, എല്ലാവർക്കും ആരോ ഇവിടുന്ന് ഒരു നമ്പർ കൊടുത്തു അവർ വിളിക്കുമായിരുന്നു. വി വർ സോ ഗ്ലാഡ് ടു റിസീവ് ദ ടെലിഫോൺ കോൾസ്. എന്നാൽ ദൈവം ഞങ്ങളെ ആ 1985 മുതൽ ഇവിടെ കൊണ്ടുവന്നതിന് ഉദ്ദേശമുണ്ടെന്നുള്ളത് എനിക്കറിയാമായിരുന്നു. അനേകം മലയാളികൾ വിളിക്കുമ്പോഴും അവർക്ക് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ദൈവകൃപയാൽ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് അനേക ദൈവമക്കളുമായിട്ട് പരിചയപ്പെടുവാനും ശുശ്രൂഷകൾ പങ്കെടുപ്പാനും കർത്താവ് ഞങ്ങൾക്കിടയാക്കിയതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏത് വർഷമാണ്? 2003 ഒരു ടെലിഫോൺ കോൾ എനിക്ക് വരികയുണ്ടായി. പാസ്റ്റർ, എനിക്കൊരു നമ്പർ കിട്ടി, എന്നെ എയർപോർട്ടിൽ വന്നൊന്ന് പിക്ക് ചെയ്യണം. എനിക്ക് അറിയത്തില്ല ഈ ആളിൻ്റെ പേര്, ആൾ എങ്ങനെ ഇരിക്കും, പടമില്ല, ഒന്നുമില്ല, എങ്ങനെ ഒരാളിനെ വിളിച്ച് വീട്ടിൽ കൊണ്ട് കിടത്തും എന്നൊക്കെ നമുക്ക് ആ ദിവസങ്ങളൊരു പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ വിശ്വാസത്താൽ ഞാൻ കടന്ന് എയർപോർട്ടിൽ ചെന്നപ്പോൾ സുമുഖനായ ഒരു യൗവനക്കാരനെ കണ്ടുമുട്ടിയത്. അദ്ദേഹം അന്ന് ഇവിടം വരെ മുടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞ്, ഞാൻ കല്യാണം കഴിച്ചാണ്, വൈഫ് ഇവിടെ ഉണ്ട്, നോറിച്ചിലാണ് വൈഫ് താമസിക്കുന്നത്, പക്ഷേ ഇവിടെ എനിക്കൊരു ദിവസം താമസിക്കണം,
ഞാൻ അടുത്ത ദിവസം ഇവിടുന്ന് വൈഫിൻ്റെ താമസിക്കുന്ന സ്ഥലത്തേക്ക് പൊക്കോളാമെന്ന് പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞു നല്ല കാര്യം ബ്രദർ, എവിടുന്ന് വരുന്നു? അപ്പോൾ നാടും വീടും കാര്യങ്ങളൊക്കെ പറഞ്ഞു, അല്പം ബാക്ക്ഗ്രൗണ്ടൊക്കെ പറഞ്ഞു. സോ വീട്ടിൽ വന്നു, കിടന്നു. ഞങ്ങൾ അല്പം ഭക്ഷണമൊക്കെ കഴിച്ചെന്ന് എനിക്ക് തോന്നുന്നത്, അതോ ഇനി ഫാസ്റ്റിംഗ് ആയിരുന്നു, എനിക്കറിഞ്ഞു ഓർമ്മയില്ല. ഭക്ഷണമൊക്കെ കഴിച്ചു. രാവിലെ അവിടുന്ന് യാത്ര അയച്ച വിഷയം എനിക്ക് ചെറിയ ഓർമ്മയുണ്ട്. അതിനുശേഷം 2014 ഈ സുമുഖനായ ഈ യൗവനക്കാരനെ പിന്നെ ഞാൻ കാണുന്നത്. അപ്പോഴത്തേക്ക് ഭാര്യയുടെ കൂടെയായി, 2 മക്കളായി, കാലം കഴിഞ്ഞു. അപ്പോൾ ഈ സൗത്താംപ്ടണിൽ ഒരു മീറ്റിംഗ് വെച്ച് എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, പാസ്റ്റർ എന്നെ ഓർക്കുന്നുണ്ടെന്ന് ചോദിച്ചു. ഞാൻ നോക്കിയപ്പോൾ പറഞ്ഞു, കുറച്ചുകൂടെ മുടിയുള്ള ഒരാളിനെ എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ മുഖച്ചായൊക്കെ ഏകദേശം സെയിമാണ് എന്ന് പറയുകയുണ്ടായി. അവിടെ വെച്ച പരിചയം പുതുക്കി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനിപ്പോൾ ഗോസ്പോർട്ടിലാണ്. ഈ ഗോസ്പോർട്ടിൽ ഞങ്ങൾ ഒന്നിച്ചൊരു പ്രാർത്ഥനയൊക്കെ നടത്തുന്നുണ്ട്, പാസ്റ്റർ സൗകര്യമുള്ളപ്പോഴൊക്കെ ഒന്ന് വരണം എന്ന് പറയുകയുണ്ടായി. ഞാൻ നിശ്ചയമായിട്ടും അന്ന് ഞങ്ങളുടെ നമ്പർ കൈമാറി. അന്ന് മുതൽ ഞങ്ങളുടെ ആ ബന്ധം ഒന്നുകൂടെ പുതുക്കി, ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയും ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയും ഇവിടെ വന്നൊരു മീറ്റിങ്ങിൽ സംബന്ധിക്കുകയും ഒക്കെ ഞങ്ങൾ ചെയ്തു. ആ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാജു സാമുവലിനെയും കുടുംബത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കരങ്ങളെ അടിച്ച് അദ്ദേഹത്തിന് ഒരു ഗ്രീറ്റിംഗ്സ് കൊടുക്കാം. സ്തോത്രം. അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. വളരെ പാഷൻ, ആത്മീയമായി വളരെ പാഷനുള്ള ഒരു ദൈവത്തിൻ്റെ ദാസനും കുടുംബവുമാണ്. അവരുടെ ഭവനത്തിൽ ചെന്നാൽ അറിയാം, അവരോട് സംസാരിച്ചാൽ അറിയാം, they are full of the passion for ministry. They are full of the Holy Spirit. And sometimes you look at him, he is drunk in the Holy Spirit. That's how I see him. കാരണം ആത്മാവിനെ പാനം ചെയ്ത് ആത്മാവിന്റെ നിറവിൽ ജീവിക്കുന്ന ഒരു ദൈവദാസനും കുടുംബവും ഈ ഗോസ്പോർട്ടിൽ ദൈവദാസനും കുടുംബവും താമസിക്കുന്നത് കൊണ്ട്, ഈ പ്രാർത്ഥന ഇവിടെ നടത്തുന്നുകൊണ്ട്, ഗോസ്പോൾ പ്രെയർ ചർച്ച് ഇവിടെ നടക്കുന്നത് കൊണ്ട് ദേശത്തിന് ഒരു വലിയ വിടുതലുണ്ടാകും, ദേശത്തിന് ഒരു അനുഗ്രഹം ഉണ്ടാകും. ഹല്ലേലൂയ. The existence of a church in a local community is a big threat to the enemy's kingdom. സാത്താന്റെ രാജ്യത്തിന് ഏറ്റവും വലിയ കേടുവരുത്തുന്ന ഒരു കാര്യമാണ് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു കൂട്ടം ദൈവജനം എന്നുള്ളത്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് അല്പം താമസിച്ചാണ് 2ാമത്തെ സെഷന് വന്നത്. അവിടെ ഞാൻ വെളിയിൽ നിന്ന് വായിക്കുകയായിരുന്നു ഇതിൻ്റെ ഈ ചർച്ചിൻ്റെ പ്ലാക്കുമൊക്കെ. 4ാം നൂറ്റാണ്ടിൽ തുടങ്ങിയ പള്ളിയായത്. ആർക്കെങ്കിലും അറിയാമോ? നിങ്ങളാരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഈ പള്ളി 4ാം നൂറ്റാണ്ടിലൂടെ തുടങ്ങിയതാണ്. 4th centuryയിൽ ഇതിന് അടിസ്ഥാനം ഇട്ടതാണ്. അന്ന് മുതൽ ഇവിടെ പ്രാർത്ഥന നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു പാരമ്പര്യമുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തോലിക പാരമ്പര്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അന്ന് മുതൽ ഈ സ്ഥലത്ത് പ്രാർത്ഥന ആരംഭിച്ചു. ഇന്നിതാ കുറച്ച് മലയാളികളും അതുപോലെ തമിഴും ഒക്കെ സംസാരിക്കുന്ന നമ്മൾ പലരും ഒന്നിച്ചുകൂടി ഈ തറയിൽ ആരാധിക്കെന്ന് പറയുമ്പോൾ എന്തോ ഒരു ദൈവനിയോഗമുണ്ട്. സ്തോത്രം. ഒരു നല്ല അടിസ്ഥാനം കർത്താവ് ഇവിടെ ഇട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഒരു ഉണർവാണ് ആവശ്യമായിരിക്കുന്നത്. പഴയ അടിസ്ഥാനങ്ങളൊക്കെ അവിടെ കിടക്കട്ടെ. എന്നാൽ നമുക്ക് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നല്ല ഒരു സഭ പണിതെടുക്കണം. കർത്താവിന്റെ ദാസനിൽ കൂടെ സഹോദരിമാരിൽ കൂടെ നടത്തുന്ന ഈ പ്രവർത്തനത്തെ കർത്താവ് ശക്തമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവദാസന്മാരും എന്നോട് ചേർന്ന് വിശ്വസിക്കും, ഗോസ്പോർട്ടിൽ ഒരു വലിയ വേല നടക്കുകയാണെങ്കിൽ അതിന്റെ വലിയ മഹത്വം യേശുക്രിസ്തുവിന് ഉണ്ടായിരിക്കും. ഇവിടെയുള്ള ജനങ്ങൾ വിടുവിക്കപ്പെടണം, ഈ ദേശം അനുഗ്രഹിക്കപ്പെടണം, ചില ബന്ധനസ്ഥരൊക്കെ വിടുവിക്കട്ട് വരണം. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികളുടെ ദിവസം 8ാം അധ്യായത്തിന്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ ഞാൻ വായിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ആഗ്രഹം, ഇന്ന് രാവിലെ ഞാൻ ഒരു മീറ്റിംഗിൽ പ്രസംഗിച്ചു, അതുപോലെ ആയിരിക്കട്ടെ യുകെയിലെ സിറ്റികൾ. ഫിലിപ്പോസ് ശമരിയയിൽ നിന്ന് പ്രസംഗിച്ചപ്പോൾ, ക്രിസ്തുവിനെ പ്രസംഗിച്ചപ്പോൾ, ദൈവരാജ്യം പ്രസംഗിച്ചപ്പോൾ അവിടെ എന്ത് നടന്നറിയാമോ? അവിടെ അശുദ്ധ ആത്മാക്കൾ ബാധിച്ച വ്യക്തികൾ അലറിക്കൊണ്ട് അശുദ്ധാത്മാക്കൾ വ്യക്തികളിൽ നിന്നും അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് വായിക്കുന്നുണ്ട്. അതുപോലെ പാരലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാര് അനേകര് സൗഖ്യം പ്രാപിച്ചു. ആ പട്ടണത്തിന് സന്തോഷമുണ്ടായെന്ന് നമ്മൾ വായിക്കുന്നത്. There was great joy in that city. I pray that the city of Gosport and Portsmouth and all the southern area of United Kingdom will rejoice in the fact that people in this place are worshiping the Lord in spirit and in truth, and they will shake the foundations of the enemy in the name of Jesus. When the praises go up in Jesus' name, I tell you the blessings are coming down here. And when Pastor Tinu George will minister tonight, we are going to expect
God to shake the foundation, the older foundation, and lay a new foundation, a new anointing to come upon this nation, and let it be through the Gospel Prayer Church. That is my prayer. ഈ സഭയിൽ കൂടെ ദേശത്ത് വലിയ ഉണർവുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരോട് ഞാൻ പറയട്ടെ, നമ്മുടെ സഭകളിൽ കൂടെ നമ്മുടെ ദേശങ്ങളിൽ ഒരു വലിയ വിടുതലുണ്ടാകണം. ഹല്ലേലൂയ. ഓക്സ്ഫോർഡിലാകട്ടെ, അല്ലെങ്കിൽ ടോൾവർത്തിലാകട്ടെ, ബേസിംഗ് സ്റ്റോക്കിലാകട്ടെ, നിങ്ങൾ എവിടെ വന്നിരിക്കുന്നു, ഏത് സ്ഥലത്ത് വന്നിരിക്കുന്നു, അവിടെയെല്ലാം നിങ്ങൾ അവിടെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട്, നിങ്ങൾ അവിടെ ആരാധിക്കുന്നത് കൊണ്ട് വിടുതലുകൾ ഉണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. സോഷ്യൽ സർവീസസിന് ചെയ്യുവാൻ കഴിയാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ഡേവിഡ് ക്യാമറന്റെ ഗവൺമെന്റിന് ചെയ്യുവാൻ കഴിയാത്ത കാര്യങ്ങൾ ദൈവസഭ ചെയ്തെടുക്കും. അത് ആത്മാവിന് ശക്തിയാൽ. ജഡത്തിന് കഴിയാത്തതൊക്കെ ഉണ്ടല്ലോ, ആത്മാവിന് ശക്തിയാൽ, ആരാധിക്കുന്ന ദൈവജനത്തിന് ശക്തിയാൽ, ആ ദൈവവചനത്തിന് പ്രഘോഷണത്താൽ അവിടെ ഉണ്ടാകും, അതിന് സംശയമില്ല. And I pray the blessings of the Lord upon this church. I'm not the preacher, by the way, but I just carried away. ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള ആൾക്കാരുടെ മൈക്ക് കൊടുത്താൽ വലിയ ഡേഞ്ചറസ് ആകട്ടോ. So I just stop here now. Thank you, Pastor Saji, for giving me this opportunity to say a few words, and we pray God's blessings upon you and your family as you continue to serve God in this. Hallelujah. എല്ലാവരും ഉണർവിൽ നിൽക്കുന്ന ഒരു മീറ്റിംഗ് ആകയാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സമയത്ത് ഞാൻ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സാജുവിനെ വീണ്ടും വിളിക്കുന്നു, ഒരു ഗ്രീറ്റിംഗ് പറയുന്നതിനായിട്ട് ഒരാളെ ക്ഷണിക്കുന്നതായിട്ട്. നമ്മുടെ പാസ്റ്റർ വിൽസൺ അവരുകൾ മുമ്പോട്ട് കടന്നു വന്ന് മീഡിയയെ കുറിച്ചുള്ള കാര്യങ്ങൾ കരമുയർത്തി കർത്താവിനെ മഹത്വം ചെയ്താട്ടെ. ഒന്ന് കൈകൊടുത്തോ, യേശു അടുത്തുണ്ടെന്ന് പറഞ്ഞ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷത്തിനായി കർത്താവിന് മഹത്വം ചെയ്യുന്നു. ഈ സഭാ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ സാജു ശൗമേൽ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുന്ന ദാസനായ സ്തോത്രം. ഒരു ഇടയ സഹോദരനെ പോലെ കാണുന്നു. പാസ്റ്റർ ജോയ്ക്കുരൻ പറഞ്ഞതുപോലെ അധികം കാലത്തെ പരിചയമൊന്നുമില്ലെങ്കിലും കണ്ട കാലം മുതൽ ദൈവരാജ്യത്തെക്കുറിച്ച് നല്ല ഒരു കാഴ്ചപ്പാടും ഉണർവും ഒരു നല്ല വിഷനുമുണ്ട്. ആ ബന്ധം ആണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി കാണുന്നത്. രക്തബന്ധത്തെക്കാളും വലുത് സ്വർഗരാജ്യത്തിൻ്റെ ബന്ധമാണ് വലുതായി കാണുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ദാസനെയും കുടുംബമായും അനുഗ്രഹിക്കട്ടെ. നല്ല കുറച്ച് ദൈവ മക്കൾ ഈ പട്ടണത്തിലുണ്ട്, അവർക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 2 പ്രോഗ്രാമുകൾ ഇവിടെ വന്ന് കർത്താവിൻ്റെ വേലയിൽ അവരുടെ ആയും കർത്താവ് സന്തോഷമുണ്ട്, വളരെ സന്തോഷിക്കുകയാണ്. ആദ്യമായി അവർക്ക് എല്ലാ ആശംസകളും എൻ്റെ ഭാഗത്ത് നേരുകയാണ്. അതുപോലെ നമ്മുടെ പ്രസിഡന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഓവർസറായി സേവനം അനുഷ്ഠിക്കുകയും അതിൻ്റെ എല്ലാ പറഞ്ഞ വർഷങ്ങൾക്ക് മുൻപേ വന്ന കർത്താനദാസനാണ്. ഞാൻ UK വരുമ്പോഴും എൻ്റെ വൈഫ് ആ സഭയിലെ ഒരു കൊയർ മെമ്പറൊക്കെ ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ സ്വന്തം സഭയിലെ കൊയർ മെമ്പറാണ്. വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കുന്നു. ദാസനായും വളരെ സന്തോഷത്തോടെ ഇന്ന് വേദി പങ്കിൽ സന്തോഷമുണ്ട്. അതുപോലെ തോൽപത്ത് ശുശ്രൂഷിക്കുന്ന ചർച്ച കൊണ്ട പാസ്സായിരിക്കുന്ന പാസ്റ്റർ ബിജോയ്, അതുപോലെ തന്നെ നമ്മുടെ പാസ്റ്റർ ജോസ്മോൻ, അതുപോലെ തന്നെ നമ്മുടെ കീബോർഡിൽ വളരെയധികം അതിമനോഹരമായി കീകൾ കൊണ്ട് അമ്മാനമാടിക്കൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ശ്യാമിനായും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കൊട്ടാരക്കരയിൽ എലശദിയ മിനിസ്ട്രിയുടെ സീനിയർ പാസ്സായിരിക്കുന്ന ടിനു ജോൺ ഒപ്പം ശുശ്രൂഷിക്കുന്ന ദാസൻ ഒന്നിച്ച് ഈ വേദി പങ്കിൽ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ മുമ്പിലായിരിക്കുന്ന ജോസ്പൂർ എല്ലാവർക്കായും കർത്താവിന് യേശുവിന്റെ നാമത്തിൽ ഒരു സ്നേഹവന്ദനം അറിയിപ്പിച്ചു കൊള്ളുകയാണ്. പ്രത്യേകാൽ മലയാളി പെന്തക്കോസ് അസോസിയേഷന്റെ പേരിലുള്ള എല്ലാ ആശംസകളും ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും അർപ്പിക്കുന്നു. വ്യക്തിപരമായി പറയാനുള്ള 2 കാര്യമുണ്ട്, വേഗത്തിൽ പറഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നിങ്ങൾ ഈ ലോകത്തെമ്പാടും അനേകർ ഈ മീഡിയ കണ്ടുകൊണ്ടിരിക്കുന്നു. UK-യിൽ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരുടെ ഒരു കൂട്ടായ പ്രവർത്തനമാണ്. നമുക്കെല്ലാവർക്കും കോളർ ഇട്ടിരിക്കാൻ വളരെ സന്തോഷമായിരിക്കും. പക്ഷെ കോളർ ഊരി കർത്താവിന് വേല ചെയ്യുക എന്നുള്ളത് ഒരു വലിയ ഒരു എഫേർട്ടായി കണ്ടുകൊണ്ടാണ് 4 ശുശ്രൂഷകന്മാർ ശുശ്രൂഷിക്കുന്നു. ജെന്നി സൗമേൽ ആൻഡ് ജിനു ആൻഡ് പാസ്റ്റർ ജോൺലി, ഇവരെല്ലാം ഓരോ സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. അവർക്കായി കർത്താവ് നാമത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. കർത്താവിൻ്റെ വേലയിൽ ശക്തിപ്പെടുക എന്നുള്ള ദർശനത്തോടു കൂടിയാണ് വിക്ടറി മീഡിയ 24/7 എന്ന അനുപാതത്തിൽ ലോകത്തെമ്പാടും ഈ മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ സഭയെയും കുടുംബത്തെയും അനുഗ്രഹിക്കുന്നു. നിങ്ങളും ശുശ്രൂഷയുടെ ഭാഗമായി മാറുക. ദൈവരാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് എവിടെ ഇരിക്കുന്ന 200 പരം ആൾക്കാരുപരി കഴിഞ്ഞ ദിവസങ്ങളിൽ 8,000-10,000 ആൾക്കാർ ഇവിടുത്തെ ശുശ്രൂഷ ഗോസ്പോർട്ട് ഈ പട്ടണത്തെക്കുറിച്ച്
അറിയുവാൻ ഇടവന്നിട്ടുണ്ട്. അനേകർ മെയിലുകൾ അയച്ചിട്ടുണ്ട്. ഈ ദാസനെ ഓർത്ത് വളരെയധികം സന്തോഷത്തോടെ അനേകർ ഓർക്കുന്നു. ഈ സഭയെ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. അതുപോലെ ഇന്ന് ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ ടിനുവിനായി സ്തോത്രം ചെയ്യുന്നു. വന്നിട്ടില്ല, വന്നിട്ടുണ്ടായിരിക്കും. കർത്താവ് ദാസനുള്ള നല്ല ശുശ്രൂഷകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. UK അനേക ദൈവദാസന്മാർ പങ്കെടുക്കാത്ത ഈ കാലഘട്ടങ്ങളിൽ ക്രിസ്തുവിന്റെ രാജ്യത്തിന് വേണ്ടി ഒരുമിച്ചോടെ നിന്നാൽ കർത്താവ് നമ്മൾ അധികമായി ഉപയോഗിക്കാൻ ശക്തനാണ്. മനുഷ്യ ശബ്ദങ്ങളല്ല കേൾക്കുക, ദൈവശബ്ദം കേൾക്കുന്നവരായി ഈ നാളുകളിൽ നമുക്ക് ഒന്നിച്ചു മുൻവരാം. ഈ രാജ്യത്ത് കർത്താവിന് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്നുവെങ്കിൽ, മനുഷ്യന്റെ കളറിലോ അല്ലെ ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ വലിയ കാര്യങ്ങൾ ചെയ്യും. കർത്താവ് ഇടയാക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമയം അനുവദിച്ചെന്ന് കർത്താവിന് ദാസനോട് നന്ദി അറിയിച്ചുകൊണ്ട് ഇരുന്ന് കൊള്ളുന്നു. പ്രത്യേകം എല്ലാവർക്കും എല്ലാ ആശംസകളും നൽകുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്ത് നമുക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നടക്കുവാൻ പോവുകയാണ്. ഞാൻ സാജു പാസ്റ്ററോട് പറഞ്ഞു, കർത്താവിന് ദാസൻ പാസ്റ്റർ ടിനു ജോർജിന് ഇഷ്ടം പോലെ സമയം ശുശ്രൂഷിക്കാൻ കൊടുക്കണം. ഒരു ഇൻ്ററപ്ഷൻ ഉണ്ടാകരുത്. അതിന് മുമ്പായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പരിശുദ്ധാത്മാവൻ പ്രവർത്തിക്കുവാൻ വഴി ഒരുക്കണം. ആമേൻ. സ്തോത്ര കാഴ്ച ഓഫറിംഗ് എന്ന് പറയുമ്പോൾ ചിലർക്കൊക്കെ വലിയൊരു ബുദ്ധിമുട്ടാണ്. വെറും കൈയായി നമ്മൾ ഒരിക്കലും കർത്താവിൻ്റെ ആലയത്തിൽ വരരുത്. ഇന്ന് രാത്രിയിൽ ഈ കഴിഞ്ഞ ദിവസം മുതൽ കടന്നു വന്നിരിക്കുന്ന നമുക്ക് അനുഗ്രഹത്തിൻ്റെ കലവറ തുറന്നിരിക്കുകയാണ് കർത്താവ്. എന്നാൽ നമ്മളൊരു ചെറിയ രീതിയിലെങ്കിൽ തന്നെയും ദൈവത്തിന് നന്ദി പറയുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മളൊരു സ്തോത്ര കാഴ്ച എടുക്കുവാൻ പോവുകയാണ്. ഗാനം ശുശ്രൂഷയ്ക്കുള്ള നിയുക്തരായിരിക്കുന്നതിന് വന്നാട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ സ്തോത്രാഴ്ചയ്ക്ക് പൈസയും പിടിച്ചുകൊണ്ട് ഇവിടെ നിന്നു. എൻ്റെ അടുത്ത് ആരും വന്നില്ല. അതുകൊണ്ട് ഞാൻ പോയി. ഇന്ന് അതുകൊണ്ട് ഡബിൾ ഇടാൻ വന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, എൻ്റെ ഒരു സ്നേഹിതൻ പറയും, പ്രിയപ്പെട്ടവരെ, ആ വാളറ്റിനകത്ത് പൈസ ഇരിക്കുന്നിടത്തോളം കാലം ഒരു പ്രയോജനവുമില്ല. അതതിനകത്ത് നിന്ന് എടുക്കണം. എടുത്തിട്ട് നമ്മൾ വിശ്വസിച്ച് നമ്മൾ അർപ്പിക്കണം. നമ്മൾ ഈ ബാഗിനകത്ത് ഇടുമ്പോൾ കർത്താവേ ഇത് മൾട്ടിപ്ലൈ ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇടണം. ഞാൻ കൊടുക്കുന്ന 1 പൗണ്ടായിരുന്നാലും 1000 പൗണ്ടായിരുന്നാലും അത് നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി അത് വിനിയോഗിക്കപ്പെടണം. കർത്താവിൻ്റെ മക്കളെ, സാധാരണ വാളറ്റ് എടുക്കുമ്പോൾ ഇടാൻ വരട്ടെ ഞാൻ ഒരു കാര്യം പറയട്ടെ. സാധാരണ വാളറ്റ് എടുക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ഏറ്റവും ചെറിയ പുള്ളിക്കാരനെയാണോ നോക്കുന്നത്, വലിയ പുള്ളിക്കാരനെയാണോ നോക്കുന്നത്? ഓണസ്റ്റായിട്ട് ഉത്തരം പറഞ്ഞാട്ടെ. 5 ഉണ്ടോന്നാണ് നമ്മൾ നോക്കുന്നത്, അല്ലേ? ഞാൻ സാധാരണ അങ്ങനെ ചെയ്യുമായിരുന്നു. ഇതിനകത്തൊരു 5 ഉണ്ട്, പക്ഷേ ഇന്ന് അവനെ നോക്കുന്നില്ല, അവിടെ ഇരിയിടാന്ന് പറഞ്ഞിരിക്കുക. ഓക്കെ, ഇതിനകത്തുള്ളതിലേക്ക് ഏറ്റവും വലുത് ഇന്ന് വിശ്വാസത്താൽ ഞാൻ ഇടാൻ പോവുകയാണ്. നിങ്ങളും അങ്ങനെ ചെയ്യുമെങ്കിൽ ഈ മീറ്റിങ്ങിന് ചെലവുകളുണ്ട്. ഈ മീറ്റിങ്ങിൽ കടന്നു വന്ന കർത്താവിൻ്റെ ദാസനെ നമ്മൾക്ക് ഐശ്വര്യമായി അനുഗ്രഹിച്ചു വിടണം. ലോകം മുഴുവൻ ശുശ്രൂഷിക്കുന്ന ദൈവദാസനാണ്. അതുകൊണ്ട് നമുക്ക് ഉത്സാഹമായി കൊടുക്കാം. അമർത്തി കുലുക്കി കവിയുന്ന നല്ലൊരളവ് കർത്താവ് തരും. എൻ്റെ അനുഭവത്തിൽ ധാരാളമുണ്ട്, നിങ്ങളുടെ അനുഭവത്തിലുണ്ട്. വാളറ്റ് കാലിയായിട്ട് പോയ സമയങ്ങൾ എനിക്കുണ്ട്. സ്തോത്രാഴ്ച ഇട്ട ശേഷം വീട്ടിൽ ചിലപ്പോഴത്തേക്കുണ്ടല്ലോ വാളറ്റ് നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്ന കർത്താവുണ്ടല്ലോ, അവൻ ആർക്കും കടക്കാരനല്ല. നമുക്കൊന്നിച്ച് അവസാനം പ്രാർത്ഥിക്കാം. പക്ഷെങ്കിൽ പാട്ട് പാടുന്നതിനായിട്ടുള്ള നിയുക്തരായിരിക്കുന്നത് വന്നാട്ടെ. പാടുന്ന സമയത്ത് ഐശ്വര്യമായി കൊടുക്കാം. അതിനുശേഷം കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ തോമസ് ജോർജ് വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. താങ്ക് യു.
കരുണാമയനേ കരുണാമയനേ അടിയനീ പൊടിയാണെൻ ഓർത്തിടണമേ അലറും നീ ആഴിയിൽ എൻ പ്രാണനേ അണയാതെ എന്നു നീ കാത്തിടണമേ നിന്ദയ എന്നും ജീവനാണേ എൻ ഭയമെല്ലാം മാഞ്ഞു പോയി നീ അടിച്ചാലും ആർദ്രമാണേ യേശുവേ കരുണാമയനേ യേശുവേ കരുണാമയനേ കരുണാമയനേ ക്രൂശിലെനിക്കായി മരിച്ചവനേ നിന്നെ മുഖാമുഖം കാണും വരെ വീഴാതെ എന്നു നീ കാത്തിടണമേ കരുണാമയനേ കരുണാമയനേ ക്രൂശിലെനിക്കായി മരിച്ചവനേ നിന്നെ മുഖാമുഖം കാണും വരെ വീഴാതെ എന്നു നീ കാത്തിടണമേ നിന്റെ എന്നും ജീവനാണേ നിൻ കൃപ എന്റെ ആശ്രയമേ എന്നെ വിളിച്ചവനേ യേശുവേ കരുണാമയനേ യേശുവേ കരുണാമയനേ കരുണാമയനേ യേശുവേ നീ എൻ്റെ ഉപനിധിയേ എന്നെ അനന്യനായി കാത്തിടുന്ന നിൻ സ്നേഹം ഒരു ദിവ്യ ജ്വാലയാണേ നിന്നെ അനുഗമിച്ച ഞാൻ മരിച്ചാലും ജീവിക്കുമേ മരണ
മരണത്തെ ജയിച്ചവനേ യേശുവേ കരുണാമയനേ യേശുവേ കരുണാമയനേ യേശുവേ കരുണാമയനേ യേശുവേ കരുണാമയനേ യേശുവേ ഇടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ടല്ലോ. ഈ ആരാധനയിൽ സ്വർഗം സന്തോഷിക്കുന്നതിനാൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ വ്യാപാരം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനാൽ, ഇന്ന് സന്ധ്യയിൽ നടക്കുന്ന ദൈവത്തിൻ്റെ വചനം ആമേൻ വാസ്തവമായും ഈ ദേശത്തിൻ്റെ നമ്മുടെ ഓരോരുത്തർക്കും ആമേൻ ഹല്ലേലൂയ വലിയ വിടുതലിന് കാരണമായി തീരുവാൻ പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുള്ളതിനാൽ നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കുന്നു. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഒന്നിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ അങ്ങ് ഞങ്ങളെ ഉറ്റുനോക്കുന്നതിനാൽ, അങ്ങ് ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നതിനാൽ, ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് രാത്രിയിൽ തൊട്ടുകൊണ്ടിരിക്കുന്നതിനാൽ നന്ദിയുള്ള ഹൃദയത്തോടങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ വചനം ഈ ദേശത്തോട് വിളിച്ചു പറയേണ്ടതിന്, ഈ രാജ്യത്തോട് കർത്താവേ ആമേൻ മീഡിയയിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന അനേകരോട് ആമേൻ ഹല്ലേലൂയ വിളിച്ചു പറയേണ്ടതിന് കർത്താവേ ഈ സഭയെ അങ്ങയുടെ വിലയേറിയ ദാസനെ ആമേൻ സ്തോത്രം കർത്താവെ ക്രമീകരിക്കേണ്ടതിന് ഒരുക്കിയതിനാൽ നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ നാമത്തെ മാനിച്ച് ആമേൻ ആമേൻ അർപ്പിക്കപ്പെട്ട സ്തോത്ര വഴിപാടുകളെ കർത്താവ് അനുഗ്രഹിക്കണമേ. ആമേൻ അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ആമേൻ വിനിയോഗിക്കേണ്ടതിനായി കർത്താവ് സഹായിക്കണമേ. ഈ രാത്രിയിലെ ഹല്ലേലൂയ ഇതിലേക്ക് കരം നീട്ടിയ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധിയായി ആത്മീയമായും ഭൗതികമായും അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവ് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ അങ്ങയുടെ വചനം കേൾക്കേണ്ടതിനായി ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. കേവലം കേൾവിയല്ല, അതൊരനുഭവമായി തീരട്ടെ. ആമേൻ. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ആമേൻ ചില പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ അങ്ങ് രേഖപ്പെടുത്തുവാൻ പോകുന്നതിനാൽ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുന്നു. പ്രായവ്യത്യാസം എന്നെ ആമേൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൽ ഓരോരുത്തരും നിറഞ്ഞ് ആരാധിക്കുന്ന ആമേൻ കൃപാവരങ്ങൾ പ്രാപിക്കുന്ന ആത്മീയ വിടുതലുകൾ ശാരീരിക സൗഖ്യം പ്രാപിക്കുന്ന ഒരു രാത്രിയായി തീരട്ടെ. ഹല്ലേലൂയ. ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഇരുത്തണമേ. അങ്ങയുടെ നാമത്തിൽ താഴ്മയുള്ള ഹൃദയത്തോടെ അപേക്ഷിക്കണമേ. സഖ്യപിതാവേ, മഹത്വം. ഞാൻ ഒരു വ്യക്തിയെ കൂടെ മുമ്പോട്ട് വിളിക്കുകയാണ്. വോട്ട് ഓഫ് താങ്ക്സ്, നന്ദി പറയുന്നതിനായിട്ട്. അതിന് മുമ്പായിട്ട് രണ്ട് കാര്യങ്ങൾ കൂടി ഓർപ്പിക്കട്ടെ. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുന്ന ഒരു കാർഡുണ്ട്. നമ്മുടെ ടിനു ജോർജ് പാസ്റ്ററുടെ മിനിസ്ട്രിയെ കുറിച്ചുള്ളതായ ഈ കാർഡ് നിങ്ങൾക്ക് ലഭിക്കും. ഇല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകണം. അദ്ദേഹത്തിൻ്റെ വേൾഡ് വൈഡ് മിനിസ്ട്രി നിങ്ങൾക്കും അത് അനുഗ്രഹമായി തീരും, അതിന് യാതൊരു സംശയമില്ല. കൂടാതെ ഗോസ്പോർട്ട് പ്രെയർ ചർച്ചിൻ്റെ ഒരു കാർഡ് അവിടെ ലഭിക്കുന്നതാണ്. ഈ കാർഡ് നിങ്ങൾ എടുത്തുകൊണ്ട് പോകണം. നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റ് ഈ ഭാഗത്ത് പുറത്ത് എഴുതുകയും നിങ്ങളുടെ പേരും വിലാസവും കോൺടാക്ട് നമ്പർ കൊടുത്താൽ 24/7 നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതി അറിയിക്കുക. ഈ ദൈവദാസനും സാജു പാസ്റ്ററും ചർച്ചും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും എന്നും കൂടെ ഓർപ്പിച്ചുകൊള്ളുന്നു. കൂടാതെ നമ്മുടെ ബുക്ക് സ്റ്റോള് വീണ്ടും സന്ദർശിക്കുക. നമ്മുടെ ഏബ്രാമംഗൾ കടന്നു വന്നിട്ടുണ്ടല്ലോ. എവിടെ ചെന്നാലും നമ്മുടെ മീറ്റിങ്ങുകളിൽ കഴിഞ്ഞ രാത്രി ടിനു പാസ്റ്റർ പറഞ്ഞ പോലെ വിഭവസമൃദ്ധമായ പുസ്തകങ്ങളുമായി നമ്മുടെ അങ്കിൾ വരും. ഇന്ന് നിങ്ങൾ പോയത് വിസിറ്റ് ചെയ്യണം. കൂടാതെ ടിനു പാസ്റ്റർ എഴുതിയ ആ പുസ്തകം കഴിഞ്ഞ ദിവസം നിങ്ങൾ കേൾക്കുകയുണ്ടായല്ലോ. അതും നിങ്ങൾ പുറയിലുള്ളതായ സ്റ്റാളിൽ പോയി സന്ദർശിച്ച് ആ CD-യും അതും കരസ്ഥമാക്കണം എന്നും കൂടി ഓർപ്പിക്കുന്നു. ലെറ്റ് മീ കോൾ ജോ തോമസ് ടു കം.
Good evening, brothers and sisters in Christ. Praise the Lord. It is my privilege to have been asked to provide the vote of thanks on behalf of our church. On behalf of Gosport Prayer Church, I would like to thank first of all, I would like to thank Almighty God for helping and guiding us in this and arranging to bring this crusade to a blessed success. I thank God for giving us a spiritual look into each and everything. On behalf of the Gosport Prayer Church, I thank all of you for attending and supporting us spiritually and blessing this crusade. Thank you. Thank you for leaving aside your important engagements and coming here far and wide to help to listen to the man of God. Thank you very much. And on behalf of Gosport Prayer Church and all the members, I am privileged and honored to thank our most respected and distinguished man of God, Pastor Tony George. Thank you. Thank you. We know that yesterday he told us about the Holy Spirit, how we have to respect and interact with the Holy Spirit. Without the Holy Spirit, we cannot do anything and we will spiritually not grow. Thank you. And today he taught us about Jesus Christ, that whenever our hope is gone, when we have nobody to look for, he is there as a support and he would lift us up in our difficulties. Thank you. And I'd like to thank Brother Shyam for providing us a magnificent and it was a mind-blowing appearance that you have given us. Thank you very much. And I'd like to thank Brother Jidit for his translation into English. Thank you very much. I would like to thank Pastor Wilson and the Victory Media team for coming here to provide us with the audio system. The audio system that you hear is his, that he has given us and he supported us. And thank you for bringing this crusade into the World Wide Web so that each and everybody can hear us. Thank you very much. It is a blessing to everybody. I'd like to thank all the respected guest pastors who has come here. Thank you very much for all attending and supporting us. Thank you. I'd like to thank Uncle Abraham, who had opened a bookshop for us. You know, it is difficult to get Christian books to buy, especially in our language, Malayalam. But it is there for us. Please, whenever you're free, please go and buy the books. It is a blessing for him because he uses it for charity. Thank you very much. I'd like to thank each and every team who provided the food for us yesterday and today and for tomorrow. Thank you very much. And at last, I would like to thank each and every member of our church who had opened their homes to provide accommodation for the visiting guests. Thank you very much. I know that you're all in a hurry to hear Tinu Pastor. I'd like to invite Tinu Pastor, and I'm sure God will send his angels and the Holy Spirit will be with us. And I invite Job Korean Pastor. Thank you very much. Thank you, Brother Joe. Many, many years ago, I was a pastor in Brother Joe's town, Iraviperur. I have visited his home, 1976 I'm talking about. All right, I was a pastor there those days.
Good to see you here in UK. Ladies and gentlemen, brothers and sisters, it is a great weekend we are having in the presence of God here. And we just give all the glory to Jesus. And there is no one like Jesus. He is incomparable. There is no one equal to him. And what a glorious thing it is for us to listen to his word through God's anointed servant. From the first time I heard about Pastor Tinu George, and I was excited. I met him a few years ago. He came, as you heard last night, and preached in our convention in Harlow a few years ago. What an anointed meeting those were. And especially when we know that God has his chosen men, his anointed men for each generation. And there was a Moody and Sankey in that generation. And there's a Billy Graham, that generation. Now, this is Tinu George generation. Hallelujah. Praise God. And that's not the end. And Pastor Tinu George will impart the wisdom of God, the anointing of the Holy Spirit upon the hearers and the listeners, not just in this building, around the world. Through El Shaddai Church and the El Shaddai ministries, through the medias and the various ways they are spreading the gospel around the world. Millions of people are touched by the power of the Word of God. But in a small town like Gosport, and this big man came, left his ministry, and left all that privileges and everything he has in India, and look at, he has come just for us. Isn't that wonderful? Praise God. And I don't want to say much. I invited a minister, world-renowned minister, to come to Southall to preach for us. He's a televangelist and big man and everything. He agreed to come. And his secretary asked, how many people will come? I said, about 1,000 people. Pastor Joe, only 1,000 people? You know, I preach to 40,000. I have 40 orphanages. I have that ministry, this ministry around the world. And he wouldn't come for less than many, many thousand. And I wrote back to the pastor, Pastor, stay where you are. I will invite Jesus. He'll come on a donkey's back and he will preach for me. Hallelujah. But Pastor Tinu and Shyam, we appreciate both of you for coming, taking the time out. Because you love Jesus as number one. And you love God's people in the United Kingdom. Your ministry will have lasting impact in this nation. And I believe, as I was speaking in a conference this morning, it is through the ethnic minorities that Britain will have a revival. It is through Indians and Pakistanis and all these ethnic minority people, we're going to see a revival in this nation. And this is just the beginning. Amen? And Pastor Tinu and Shyam, and they are here to bless us. And we must not just listen and go home, oh, it was a good meeting. No, we must carry the anointing. Carry the anointing and go and touch people, touch communities, wherever we are. And that's our prayer. I know I just wanted to introduce both of them, Pastor Tinu George and Brother Shyam. God bless you. Give them a big hand as they minister to us. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ശബ്ദം ഉയർത്തി, കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പല രാജ്യത്ത് പോകുന്ന പോലെയല്ല, എല്ലാ രാജ്യത്തിലും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. സന്തോഷമുണ്ടെങ്കിലും നിങ്ങളെ കാണുമ്പോൾ എന്തുവാ, നിങ്ങൾ വിശ്വാസികൾ, നമ്മൾ മിനിസ്റ്റേഴ്സ് അങ്ങനെയല്ല, ഒരു കുടുംബത്തെ പോലെ. ഹല്ലേലൂയ, സ്നേഹബന്ധം. ഹല്ലേലൂയ. ഈ രാജ്യത്ത് പുതുക്കാൻ ദൈവം നിന്ന് ഭാഗ്യത്തോർത്ത് സ്തുതിക്കുന്നു. ഞാൻ പ്രസംഗിക്കുന്നതിന് മുമ്പ് എന്നോട് അദ്ദേഹം ആവശ്യപ്പെട്ട് ഒരു ദൈവം എനിക്ക് തന്ന ആ ടാലൻറ്റ് ഈ ജനത്തിൻ്റെ മുമ്പാകെ കർത്താവിൻ്റെ സന്നിധിയിൽ അന്ന് അത് പ്ലേ ചെയ്യാൻ എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്ക് മാനിച്ച് ഹല്ലേലൂയ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ശരിക്കും എനിക്ക് ചെറിയൊരു ടെസ്റ്റിമണി, ചെറുതല്ല വലിയ ടെസ്റ്റിമണിയാണ്. ആ ടെസ്റ്റിമണി പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇനി 3 ദിവസം കൂടെ മീറ്റിംഗ് വെക്കേണ്ടി വരും. ഹല്ലേലൂയ. അപ്പം ഞാൻ ഈ കീബോർഡോ ഗിറ്റാറോ പാട്ടോ ഒന്നും പഠിച്ച ആളല്ല. ഹല്ലേലൂയ. ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു, ആഗ്രഹിച്ചു. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഞാൻ അതിന് മുമ്പ് പാസ്റ്റർ 8 വർഷം മുമ്പ് കാണുന്നതിന് മുമ്പ് ഹല്ലേലൂയ ഞാൻ പല ഷോസിനൊക്കെ ഞാൻ കീബോർഡ് പ്ലേ ചെയ്തിട്ടുണ്ട്, ഗിറ്റാർ പ്ലേ ചെയ്തിട്ടുണ്ട്. എന്നാലും ദൈവത്തിൻ്റെ സാന്നിധ്യം അതിനകത്ത് ചലിച്ചിട്ടില്ല. പലരും പാടും, പക്ഷെ ഞാൻ ബാക്ക് ചെയ്യും. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ കീബോർഡ് വായിച്ച ആ സമയം മുതൽ, അദ്ദേഹം എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച ആ സമയം മുതൽ ഒരു അസാധാരണമായ ദൈവ സാന്നിധ്യം ഞാൻ പ്ലേ ചെയ്യുമ്പോൾ എനിക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മോനെ ഞായറാഴ്ചകളിൽ വായിക്കും, ഞാൻ പാസ്റ്റർ പ്രസംഗിക്കുമ്പോൾ പാട്ട് പാടുമ്പോൾ ഞാൻ പ്ലേ ചെയ്യുന്ന പല ടോൺസും പല സ്റ്റഫും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ വീട്ടിൽ ചെന്നിട്ട് കമ്പ്യൂട്ടറിൽ നീ അത് തന്നെ വായിച്ച് എനിക്ക് തരണം, എനിക്ക് മൊബൈൽ ഫോണിൽ കേൾക്കാൻ. പക്ഷേ ഞാൻ എത്ര മണിക്കൂർ ഇരുന്നിട്ടും എത്ര രാത്രികൾ പകലാക്കി ഇരുന്നിട്ടും അങ്ങനെ സംഭവം കിട്ടത്തില്ല. കാരണം അത് അനോയിന്റിങ്. ഹല്ലേലൂയ. ഒരാൾ പഠിച്ച് വായിക്കുന്നതും അഭിഷേകം കൊണ്ട് വായിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. അദ്ദേഹത്തിൻ്റെ കൈവയ്പിനാൽ ഹല്ലേലൂയ എനിക്ക് കിട്ടിയ ഈ കൃപ, ഹല്ലേലൂയ പൗലോസ് പറയുന്ന പോലെ ഹല്ലേലൂയ അത് വർദ്ധിച്ചവരെ നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനിപ്പോൾ ചെറിയൊരു ക്ലിപ്പ് അല്ലെങ്കിൽ ചെറിയൊരു ഓഡിയോ ഞാൻ വായിക്കാം. ഒരു ജീസസ് മൂവി എത്ര പേര് കണ്ടുണ്ട്? പണ്ടത്തെ ജീസസ് മൂവി, പാഷൻ ഓഫ് ക്രൈസ്റ്റ് അല്ല, ജീസസ് മൂവി. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാൻ എനിക്കറിയാവുന്ന രീതി ഞാൻ പ്ലേ ചെയ്യും. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അപേക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം ധാരാളമായി നിങ്ങൾ അനുഗ്രഹിക്കട്ടെ.
Hallelujah. Glory to God. Can you please stand, everyone? Lift your hand. We thank you, Holy Spirit. We praise you.